ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട്സ് ആണ്. അവരുടെ നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ഡീപ്പായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ആദ്യമേ നമുക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Seven of Cups, Seven of Pentacles, Two of Pentacles, Ace of Cups, Strength, King of Swords and Four of Cups. ഇപ്പോൾ നമ്മളിവിടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരാളുടെ ആ ഒരു കാത്തിരിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. വളരെ പേഷ്യൻസോടുകൂടി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു മാറ്റം ഉണ്ടാവാനായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഇതിനകത്ത് കാര്യങ്ങൾ മാറി മറിയുന്ന പ്രതീക്ഷിച്ചായിരിക്കാം. അല്ലെങ്കിൽ നമ്മളിതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ആ ഒരു വെയിറ്റിംഗ് എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് മേ ബി ചിലപ്പോൾ നിങ്ങളുടേതായിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പ്രോപ്പറായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് കുറച്ചൊരു സൈലൻ്റ് ആയിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ വലിയൊരു അടുപ്പോ കാര്യങ്ങളോ ഒക്കെ ഇൻറ്റൻഷനലി കാണിക്കാതെ മാറിയിരിക്കുന്ന ഒരു പേഴ്സൺ എനർജിയും കൂടിയാണ്. ചില കാര്യങ്ങൾ നമ്മൾ കരുതിക്കൂട്ടി ചെയ്യുന്നതും ചില കാര്യങ്ങൾ സാഹചര്യങ്ങൾ വശാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതും എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ മനഃപൂർവ്വമായിട്ട് ചിലപ്പോൾ വലിയൊരു താല്പര്യമില്ലാത്ത പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആക്ഷൻ പെട്ടെന്ന് എടുക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളതായിട്ട് തന്നെ കാണാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ പറഞ്ഞൊരു രീതി ഇവിടെ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത്. എല്ലാം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഈ ഒരു പേഴ്സൺ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റാത്തൊരു സാഹചര്യമാണ്. ചിലപ്പോൾ ഇമോഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്നേഹവും കാര്യങ്ങളും ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെ കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. കൺട്രോൾ ചെയ്ത് നിൽക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ ഒട്ടും ഒരു താല്പര്യമില്ലാത്ത പോലെയൊക്കെ ആ ഒരു എന്താ പറയുന്നത്, അകന്ന് നിൽക്കുക, താല്പര്യമില്ലാതെ നിൽക്കുന്ന രീതിയിലൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പുറമേ ഈ ഒരു പേഴ്സൺ ഇത് പ്രകടിപ്പിക്കുന്നത്. ആ ഒരു ഡിസ്കണ്ടന്റ് ആൻഡ് ബോർഡം എനർജി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ രണ്ട് വ്യക്തികളുടെയും സാഹചര്യം എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടായിട്ടിരിക്കുന്നു. പക്ഷെ രണ്ടുപേരുടെ മനസ്സിനകത്ത് ആ ഒരു ഇമോഷൻസ് ഉണ്ട്. ഒരാൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു ആധിക്യം കാരണം അതിനായിട്ട് കാത്തിരിക്കുന്നു. മറ്റൊരാൾ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ഇല്യൂഷനകത്ത് പെട്ടിരിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് തന്നെ ആക്ഷൻ എടുക്കാതെ മാറി നിൽക്കുന്നു. ആൾക്ക് ചിലപ്പോൾ കുറച്ചൊരു ടൈം വേണമായിരിക്കാം, സ്പേസ് വേണമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വലിയൊരു അടുപ്പം കാണിക്കുന്നില്ല. ആ ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജിയാണ് ഈ ഒരു വെയിറ്റിംഗ് എന്നുണ്ടെങ്കിൽ അത്രത്തോളം ചിലപ്പോൾ ക്ഷമ നശിച്ചിട്ടുണ്ടാവും. കുറേ നാളുകളായിട്ട് ഈ ഒരു അവസ്ഥയായിരിക്കാം. ഞാൻ എത്രയൊക്കെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കിത് ഒരു റിസൾട്ട് കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരവസ്ഥയിലൂടെ ആയിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. ശരിയാവും, ഇന്ന് ശരിയാവും, നാളെ ശരിയാവും എന്നുള്ള ഒരു രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെ എനർജീസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ വേറെ പല കാര്യങ്ങളും പല നേട്ടങ്ങളും അച്ചീവ്മെൻറ്റ്സും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒട്ടും ഒരു തൃപ്തിയാവുന്നുണ്ടാവില്ല. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം ഇങ്ങനെ കിടക്കുകയാണല്ലോ, എന്തൊക്കെ നമുക്കൊരു നേട്ടം ഉണ്ടെങ്കിലും ചിലപ്പോൾ ഇതിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു ഫോക്കസ് മുഴുവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള രീതിയിൽ കാര്യങ്ങൾ മാറാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാത്തിരിപ്പ് തുടരുന്നതുകൊണ്ട് തന്നെ മറ്റൊന്നിലും ഒരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു രീതിയും കൂടി വേണമെങ്കിൽ നമുക്കിവിടെ പറയാമെന്നുള്ളതാണ്. എന്ത് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. കാരണം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ ഈ ഒരു കാര്യത്തിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ, ഈ ഒരു റിലേഷൻഷിപ്പ് ഇതിനകത്ത് ചുറ്റപ്പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്.
അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പേഴ്സൻ്റെ ഒരു നൈറ്റ് ഫീലിങ്സ് എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി കിട്ടും. The Empress, Nine of Wands, Four of Swords, Knight of Wands, Ten of Swords, Page of Pentacles, Five of Swords, Eight of Wands, Two of Swords, Seven of Wands, Hermit, Death, Four of Pentacles, Queen of Cups, Two of Pentacles, Five of Cups and Six of Wands. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഓവറോളായിട്ട് ഇവിടെ പറയേണ്ടുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളിവിടെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ ഒരു വശം മുഴുവൻ ആ ഒരു കാര്യങ്ങളാണ്. അത്രയും ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഴം, ആ ഒരു തരത്തിൽ അവർ നിങ്ങളോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു എന്താണോ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം, അത് അത്രയ്ക്കും തോന്നുന്ന തരത്തിലുള്ള ആ ഒരു എനർജി നമുക്ക് അവിടെ കാണാം. എന്നാൽ ഒരു വശത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരെ തന്നെ ഒന്ന് കംഫർട്ട് സോണിലാക്കാനായിട്ട് നോക്കുന്നു, അവരെ തന്നെ ഒന്ന് പൊതിഞ്ഞു പിടിക്കാൻ നോക്കുന്ന ആ ഒരവസ്ഥയും നമുക്കിവിടെ കാണാമെന്നുള്ളതാണ്. പല കാർഡ്സിനകത്തും ഈ ഒരു എനർജി റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ ഫസ്റ്റ് ആ ഒരു എനർജി നോക്കുമ്പോൾ തന്നെ കാണാം ആ ഒരു എംപ്രസ് ആണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പേഴ്സൺ അത്തരത്തിൽ കണ്ടിട്ടുള്ള ഒന്നാണ്. ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ എപ്പോഴും ഓടി വരാൻ പറ്റുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെ ഒരുപാട് തരത്തിൽ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ നേരത്തെ ആ ഒരു സ്പ്രെഡ് എടുത്തപ്പോൾ പറഞ്ഞതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മിണ്ടുന്നില്ല, പുറമെ ദേഷ്യം കാണിക്കുന്നു, അവോയ്ഡ് ചെയ്യുന്നു, ആ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കണം. ആ ഒരു അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ ചിലപ്പോൾ റെസനേറ്റ് ആകുന്നത്. അപ്പോൾ എന്നിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് ആ ഒരു പേഴ്സൺ അറിയാമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സ്നേഹം അവർ വളരെ ഇതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മളോട് ഒരുപാട് സ്നേഹമുണ്ട്, നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരത് ക്ഷമിക്കും, സഹിക്കും, അത്രത്തോളം നമ്മളെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചിലവർക്ക് ആ പേഴ്സൺ എന്ത് ചെയ്താലും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ എല്ലാ തിരക്കുകൾ കഴിഞ്ഞ് വന്നാലും അവരെവിടെയും പോകാൻ പറ്റുന്നില്ല, എപ്പോഴും അവൈലബിൾ ആയിരിക്കും എന്നുള്ളൊരു തോട്ട് ഉണ്ടാവും. അതും കൂടി എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അത്രയധികം ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു തോട്ട്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ കിട്ടുന്ന പരിഗണന കുറയാം. കാരണം നമ്മളെവിടെയും പോകുന്നില്ല, നമ്മളവരുടെ കസ്റ്റഡിയിലുള്ള ഒരു സംഗതിയാണ്. അപ്പോൾ അത് നമ്മൾ അലമാരിയിൽ വെച്ച് പൂട്ടിയതുപോലെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അവർക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലും കൂടി അത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഒരു കംഫർട്ട് സോണും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് വരുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടുകൂടി നോക്കി കാണുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കണം എന്നില്ല, മറ്റ് ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതായിരിക്കും. അത് അവരുടെ ഫാമിലിയോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ അവരുടെ ഒരു കരിയറിലോ, ചിലപ്പോൾ ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിൾ ആവാൻ നിൽക്കുന്ന ഒരു സമയമായിരിക്കും. എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം. അവിടെ അവർക്ക് ഒരുപാടൊരു സഫറിങ്സ് അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷറിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും വന്നു എന്ന് വരാം. ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും അവൈലബിൾ ആവാൻ പറ്റാത്ത തരത്തിലുള്ള ചില കാരണങ്ങൾ അവരുടെ ലൈഫിലുണ്ട് എന്നുള്ളൊരു ഇതും ആവാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ചൊരു ടയേർഡാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആകെ എക്സോസ്റ്റഡ് ആയിട്ട് എനർജി ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റോ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നൊരവസ്ഥയാണ്. ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളുടെ എനർജിയിൽ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പം അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഒരു അഷുറൻസും ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ
തരാൻ കഴിഞ്ഞെന്ന് പറ്റില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും. അതിന് മറുപടി പറയാൻ പറ്റുന്നൊരു സമയമായിരിക്കണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവരെ തന്നെ ഒരു സേഫ് സോണിലാക്കാനായിട്ട് നോക്കുന്നൊരവസ്ഥ. ഇവിടെ ഇപ്പോൾ ചില എനർജീസിലൊക്കെ നമുക്കത് എടുത്ത് കാണുന്ന ഒരു കാര്യമാണ്. അവർ തന്നെ അവർക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നു. ഒരുപാട് പ്രതീക്ഷിക്കുമ്പോഴും അത്രയും പ്രതീക്ഷ വേണ്ട എന്നുള്ള ഒരു രീതിയും നമുക്കവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ തടസ്സത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അത് എപ്പോൾ മാറുന്നോ, അല്ലെങ്കിൽ എപ്പോൾ അവർക്ക് സ്റ്റേബിൾ ആവാൻ കഴിയുന്നോ ആ ഒരു പേഴ്സണ് പോലും അറിയുന്നുണ്ടാവില്ല. അപ്പം മേ ബി അതുകൊണ്ടായിരിക്കാം അവർ ഈ ഒരു മാനസികാവസ്ഥയിൽ, അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ആ ഒരു വെയിറ്റിംഗ് എനർജി, പ്ലാനിങ് എനർജിയൊക്കെ നമുക്ക് അവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അങ്ങ് പോകുന്നത്. അപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഈ നൈറ്റ് ഫീലിംഗ് ആണ് നോക്കുന്നത്. നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെൻറ്റ്, അട്രാക്ഷൻ, ഒരു ക്രഷ് എന്നൊക്കെ നമ്മൾ പറയുന്ന രീതിയിലുള്ളൊരു തോന്നൽ. ഇപ്പോൾ ഒരു കപ്പിൾ എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സെക്ഷുവൽ ഇൻറ്റിമസിയൊക്കെ ആ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് സംസാരിച്ചാൽ കൊള്ളാം, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ ഓടി വരാനായിട്ടൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ അങ്ങനെ അവർ ചിന്തിക്കുമ്പോഴും അതിൻ്റെ ഒരു നെക്സ്റ്റ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും അവർക്കതിന് പറ്റില്ല എന്നുള്ളൊരു സാഹചര്യം, അല്ലാന്നുണ്ടെങ്കിൽ അവരാകെ ടയേർഡാണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളൊരവസ്ഥയും നമുക്കവിടെ കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനകത്തൊരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പോകാനായിരിക്കും നിങ്ങളാണെന്നുണ്ടെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അവർക്ക് അതിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കാത്തതുകൊണ്ടായിരിക്കും അവരുടെ ഒരു ആഗ്രഹത്തിനനുസരിച്ച് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാൻ കഴിയാതെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയും വലിയൊരു കാൽവെപ്പൊന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു കമ്മ്യൂണിക്കേഷൻ, ഈ ഒരു എനർജി ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ, ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ആഗ്രഹിക്കുന്ന ആ ഒരു എനർജിയാണ്. ഒരു ചെറിയൊരു ബേബി സ്റ്റെപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ആയിട്ട് വരണം. ചെറിയൊരു കാൽവെപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലെയുള്ള ഒരു എനർജിയാണ്. അതെല്ലാം അവരുടെ മനസ്സിനകത്ത് അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ തോന്നുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ആ ഒരു പ്രതീക്ഷ തന്ന്, അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മോഹിപ്പിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ചിലപ്പോൾ നിങ്ങളോട് കാണിച്ചു കഴിഞ്ഞാൽ അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളത് കൊണ്ടായിരിക്കാം. മറ്റൊന്നെന്ന് പറയുന്നത് അവർ തന്നെ അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഇനിയിപ്പോൾ അങ്ങനെയുള്ള ലെവലിലല്ലാന്നുണ്ടെങ്കിൽ പോലും കൂടുതലൊരു ഹേർട്ടോ കാര്യങ്ങളോ അവർക്ക് വരരുത്. ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരൊരുപാട് സാഡ് ആവരുതെന്ന് അവർ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഈ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടെൻഷൻ, വിഷമം, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ഒരുപാട് പ്രതീക്ഷയുണ്ട്. അപ്പോൾ ആ ഒരു തരത്തിൽ വരുമ്പോഴത്തേക്കും അവരെ സ്വയം ഒന്ന് സെക്യൂർ ആക്കാനായിട്ട് നോക്കുന്നു. കൂടുതലായിട്ടൊരു ഹേർട്ടോ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് വിഷമിക്കാതിരിക്കാനായിട്ട് അവർ തന്നെ അവരെ ഒരു കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ആ ഒരു എനർജി നമുക്ക് കാണാം. നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്പ്രെഡിലും പറഞ്ഞാണ്, സ്നേഹമുണ്ട്, ഇമോഷൻസ് ഉണ്ട്, പക്ഷേ അത് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഇവരുടെ ഒരു എനർജിയിൽ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ക്രഷും ഒരു അട്രാക്ഷനൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ തന്നെ അവർ കൺഫ്യൂസ്ഡ് ആയി പോകുന്നതായിട്ട് നമുക്ക് കാണാം. വേണോ വേണ്ടയോ എന്നുള്ളൊരാശങ്ക. അപ്പോൾ ഒരു വശത്ത് നിന്ന് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവരുടെ മനസ്സ് പറയുന്നതെങ്കിൽ, മറ്റൊരു വശം എന്ന് പറയുമ്പോഴത്തേക്കും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവോ, കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോവോ, അല്ലെങ്കിൽ ഇനി ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതൽ വഴക്കിലേക്ക് വരുമോ, ആർഗ്യുമെൻറ്റ്സിലേക്ക് വരുമോ എന്നൊക്കെയുള്ള ഒരു പേടി തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണുണ്ട്. അതുകൊണ്ടാണ് അവരാകെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിനകത്തുള്ള ഒരു ആഗ്രഹങ്ങളും തോന്നലും ഒക്കെ വരുമ്പോൾ തന്നെ അവരത് അടക്കി പിടിക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോട് ഇപ്പോഴത്തെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിലുണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാനോ, അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ ഒഴിഞ്ഞു മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റിയേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുക. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ വിചാരിക്കും, ഇപ്പം എന്തിനാണ് ദേഷ്യപ്പെടുന്ന ഈ ഒരു പേഴ്സൺ എന്നൊക്കെയുള്ള ഒരു രീതിയിൽ. കാരണം ഇവിടെ ഈ ഒരു വ്യക്തി അവരുടെ ഒരു സൈഡ്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇമോഷൻസ് എന്താണ് എന്നുള്ളത് നല്ലൊരു രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പുറമെ മറ്റുള്ളവരുടെ മുന്നിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും അവർ വളരെ കോൺഫിഡൻസോടു കൂടി പോവുകയാണ്. അവർക്ക് പ്രത്യേകിച്ച് യാതൊരു ഫീലിങ്സും ഇല്ല. അവർ വളരെ സ്ട്രോങ് ആണെന്ന് കാണിക്കാനായിരിക്കും ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്നത്. അങ്ങനെയുള്ളൊരു എനർജിയാണ്. കാരണം കുറച്ചൊരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. ഇപ്പോൾ ചിലവർ അങ്ങനെ ഒരു കാര്യമുണ്ട്, അവരുടെ മനസ്സുകൊണ്ടൊക്കെ അവർ തളർന്നു പോവായിരിക്കാം. പെട്ടെന്ന് ഹേർട്ടാവും. ഈഗോ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹേർട്ടാവുകയും ചെയ്യും. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊന്നും പുറമെ ആരും അറിയരുതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു
വളരെ സ്ട്രോങ് ആണെന്നുള്ള മുഖംമൂടിയിൽ നടക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. ആ ഒരു കുറച്ച് ഈഗോയും അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ആ ഒരു യഥാർത്ഥ മൈൻഡ് സെറ്റ് എന്താണ് എന്ന് നിങ്ങൾ അറിയരുതെന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുമ്പോഴും പിന്നെയും കുറച്ചൊരു ടൈം എടുക്കുന്നതായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊരു സ്പേസ് എടുക്കുന്നതായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ ക്രോസ് ചെയ്തായിരിക്കണം വരേണ്ടത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞതുപോലെ അവരൊരു ആലോചനയിലിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്നും വിട്ട് നിൽക്കുന്നതായിട്ട്. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഐസൊലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് മാറി നിൽക്കുന്നു എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഈ ഒരു പേഴ്സൺ വലിയൊരു ഈഗോ കാണിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു രീതിയിൽ. കാരണം ഇവരുടെ ഒരു മൈൻഡ് എന്താണ് എന്നുള്ളത് അവർക്ക് തന്നെ പിടികിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ. കാരണം നമ്മൾ ഏറ്റവും ഫസ്റ്റ് പറഞ്ഞതുപോലെ ഒരു വശത്ത് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ. മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ അവരുടെ ഒരു സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ, അല്ലെങ്കിൽ അവർ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ഡിഫെൻസീവായിട്ട് നിൽക്കുന്ന ആ ഒരു എനർജി നമുക്ക് തീർച്ചയായിട്ടും കാണാം. അപ്പോൾ അതുപോലെ തന്നെ ഇതിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറി നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ പോലും വരാതിരിക്കാനായിട്ട് ആ ഒരു പേഴ്സൺ അവർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവരെ തന്നെ കുറച്ചൊന്ന് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ചിന്തിച്ച് തലമുണ്ടാക്കാതിരിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് അവർ തന്നെ ഹേർട്ട് ആവാതിരിക്കാനോ ഒക്കെ എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കാം, ഞാൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം മറച്ചു വെക്കാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോൾ പുറമേ നിങ്ങളെ കബളിപ്പിക്കാൻ സാധിച്ചേക്കും വലിയ സ്നേഹം ഇല്ലാത്തതുപോലെ, പക്ഷെ മനസ്സുകൊണ്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ഒരു സ്റ്റാൻഡ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ളത് എന്താണെന്ന് വേണമെങ്കിൽ ഒരു വ്യക്തിയോട് ഓപ്പണായിട്ട് അറിയിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉള്ളിലുള്ള ഒന്ന് വെച്ചിട്ട് പുറമെ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കാനും സാധിക്കും. അപ്പോൾ ഈ അവസാനം പറഞ്ഞ പോലെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാം. അത്രയും ആ ഒരു പേഴ്സണ് നിങ്ങളെ താല്പര്യമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ട്, എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ ഇവരിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ അത് സഹിക്കാൻ കഴിയില്ല. അത് ഷുവറുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജി വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ മാറിപ്പോയിന്നോ അല്ലെങ്കിൽ ഇഷ്ടമില്ലെന്നൊന്നും കാണിക്കുന്നുണ്ടാവില്ല. ആ ഒരു മീറ്റിംഗ് എനർജിയിൽ തന്നെയായിരിക്കും ചിലപ്പോൾ സ്നേഹം കാണിച്ച് ചിലവരാണെന്നുണ്ടെങ്കിൽ പുറകെ ചെല്ലുന്നുണ്ടാവാം. ചിലവരങ്ങനെയല്ല, ഒന്നും മിണ്ടാതെ സൈലന്റ് ആയിട്ട് ഇനി അവരായിട്ട് വരുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞിരിക്കുന്നുണ്ടാവും. അപ്പോഴും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളെക്കുറിച്ച്. പക്ഷേ അതിന് പകരമായിട്ട് നിങ്ങളൊന്ന് മാറിപ്പോയിന്നോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിക്കുന്നു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ അത് ഒരിക്കലും സഹിക്കാൻ കഴിയാത്തൊരു കാര്യം തന്നെയാണ്. കാരണം അവർക്ക് നിങ്ങളോട് ആ ഒരു ഇമോഷൻസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ചിലപ്പോൾ ഇതിൽ നിന്ന് പിടിച്ചു നിർത്തുന്നവർക്ക് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മറ്റൊരു കാര്യം കൂടി അവരുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവാം. നിങ്ങളോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ അതിന് മുകളിലായിട്ടോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോകേണ്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവാം. ചിലർക്കതൊരു സ്ട്രോങ് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ആയിരിക്കാം. എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം. അല്ലെങ്കിൽ ഫാമിലി ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളും അതും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ വളരെ ആ ഒരു കീപ്പ് ക്വയറ്റ് ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളിൽ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണോട് പറയുന്നുണ്ടാവാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തിനാണോ അവർ മറ്റൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് മാറ്റി നിർത്തണം. അത് മാറ്റി നിർത്തിയിട്ട് വന്നാൽ മതി എന്ന് പറയുന്നവരുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് പറ്റൂല, എനിക്കായിരിക്കണം കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നവരുണ്ടാവാം. അത് വ്യക്തികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റാൻഡ് ചിലപ്പോൾ അവർക്ക് എടുക്കാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതില്ലാതെ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റോ കാര്യങ്ങളോ ഒക്കെ നിങ്ങളായിട്ട് ഉണ്ടായേക്കാം. അപ്പോൾ അതിനേക്കാളൊക്കെ നല്ലത് ഈ ഒരു അവസ്ഥയിൽ പോട്ടെ. ആഗ്രഹം ഉണ്ടെങ്കിലും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് കാര്യം. അതുപോലെ നമ്മളിവിടെ എടുത്ത് പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഈ ഒരു അവസ്ഥയിൽ നിരാശയുണ്ട്. മനസ്സുകൊണ്ട് അവരത് ദുഃഖിക്കുന്നുണ്ട്. ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്. കുറ്റബോധം ആ ഒരു പേഴ്സണ് തോന്നുന്നുണ്ട്. ഇതവരുടെ ആ ഒരു ഇന്നർ മൈൻഡ് സെറ്റാണ്. അപ്പോൾ അത് മനസ്സിനകത്ത് തോന്നുന്നുണ്ടെങ്കിലും പുറമേ ഈ ഒരു പേഴ്സൺ വളരെ കോൺഫിഡൻസോടു കൂടി പോകുന്നു. അല്ലെങ്കിൽ അതൊന്നും ഏക്കാത്ത മട്ടിലാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിലൊന്നും ഒരു കുറ്റബോധം ഇല്ലേ? അല്ലെങ്കിൽ ഇവരതൊന്നും മനസ്സിലാക്കുന്നില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അവരത് മനസ്സിലാക്കുന്നുണ്ട്. പുറമേ അത് കാണിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ കാണുന്ന പോലെ തന്നെ ആ ഒരു ഫീലിങ്സ് ഉള്ളിലിരുന്ന് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഉള്ളിലിരുന്ന് വിങ്ങുക എന്ന് നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരത് പുറമേ കാണിക്കുന്നില്ല. പുറമേ അവർ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്ന ഒരു രൂപത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ നിങ്ങൾക്കിടയിലുള്ളവരാണ്. അവിടെയും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് അറിയാമെങ്കിൽ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ മറ്റുള്ളവരുടെ മുന്നിലെല്ലാം നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അകൽച്ചയിലൊന്നും വലിയ വിഷമമില്ല എന്നുള്ള മട്ടിലായിരിക്കും ചിലപ്പോൾ കാണിക്കുക. അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ആ ഒരു പേഴ്സൺ മറ്റുള്ളവരുടെ മുൻപിൽ പെരുമാറുക. പക്ഷേ മനസ്സിനകത്ത് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു കുറ്റബോധവും വിഷമവും നഷ്ടബോധവും ഒക്കെ അവരുടെ മനസ്സിനകത്തുണ്ട്. ചിലപ്പോൾ അവർക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു കുറ്റബോധം കൂടിയായിരിക്കാം.
പക്ഷേ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. എന്നാൽ അത് നിങ്ങളോട് തുറന്ന് പറയാനും ആ ഒരു പേഴ്സൺ അവരുടെ ഈഗോ കാരണം കഴിയുന്നില്ല. ഇപ്പോൾ ചിലവരൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയുന്ന ആൾക്കാരുണ്ട്. ഇന്ന ഇന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് എന്നൊക്കെ വന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ അവരുടെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലോ അത് നിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ ആയിരിക്കാം. അല്ലെങ്കിൽ അവർക്കൊന്ന് തോറ്റു തരാൻ ചിലപ്പോൾ പബ്ലിക്കലി നിങ്ങളുടെ മുന്നിൽ മടിയുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പം നമുക്ക് ഈ ഒരു ഫീലിങ്സിനകത്ത് പ്രകടമായിട്ടും പറയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ഏർജ് ഉണ്ടാവുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും. നമ്മൾ പറഞ്ഞ പോലെ വല്ലാത്ത തരത്തിലുള്ള ഒരു അട്രാക്ഷൻ, ആ ഒരു സെക്ഷൽ ഡിസയർ ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ അവരത് കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ളതായിട്ട് പുറമെ അല്ലെങ്കിൽ നിങ്ങളെ അറിയിക്കാതെ കൊണ്ടുപോകാനായിട്ട് ആ ഒരു പേഴ്സൺ ശ്രമിക്കുന്ന ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് കണക്റ്റിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ 3, നമ്പർ 8, നമ്പർ 9 ആൻഡ് നമ്പർ 13. ഇതുപോലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഡിയക് സൈൻസ് ടോറസ്, വിർഗോ, സ്കോർപ്പിയോ ആൻഡ് ലിയോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നമ്മൾ നടക്കുന്നുണ്ടെന്നോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ചേസ് ചെയ്യുന്നുണ്ടെന്നോ ഒരിക്കലും ഈ ഒരു പേഴ്സണെ അറിയിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം. അല്ലെങ്കിൽ നമ്മൾ അവരെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആയിരിക്കണം ഈ ഒരു പേഴ്സണോട് ബിഹേവ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു ടെംപ്റ്റിങ്ങും അല്ലെങ്കിൽ സംസാരിക്കണം എന്നൊക്കെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാലും അവരതെല്ലാം കൺട്രോൾ ചെയ്ത് നിർത്തും. കാരണം ഒരു വശത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ അവർക്ക് വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. നിങ്ങൾ അവരെന്ത് ചെയ്താലും ക്ഷമിക്കുന്നൊക്കെ അറിയുന്ന ഒരു പേഴ്സണും കൂടിയാണ്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ കുറച്ചൊന്ന് മാറുന്നു അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അതവർക്ക് സഹിക്കാനേ കഴിയില്ല. അപ്പോൾ അവരുടെ ആ ഒരു ഈഗോ എല്ലാം താഴെ വെച്ചിട്ട് എത്രയും വേഗം ഓടി വരാനായിട്ടുള്ളൊരു പ്രവണത കാണിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണത്. അപ്പോൾ ഇവിടെ നിങ്ങളുമായിട്ട് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് അറിയാം. അങ്ങനെയുള്ളവരുടെ എനർജിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.